ഞാൻ വാക്ക് പാലിച്ചു സർ. ഇവനെ ഞാൻ നേരെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയിക്കോട്ടെ. Why not? You proceed. പിടിച്ച് വണ്ടിയിൽ കേട്ടോടാ അവനെ. ശരി വേണ്ട, കേരള ഇങ്ങോട്ട് കേരള. അയ്യോ. എനിവേ കൺഗ്രാജുലേഷൻസ് സുജാത. താങ്ക് യു സർ. അല്ല, ആമി ചേച്ചി പോവാണോ? നിക്കവിടെ. എടോ എന്താ? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. വാട്ടർ. അത്രേ ഉള്ളൂ. ഇപ്പൊ കൊണ്ടുവരാം. അവരെന്തിനാ ഓടുന്നത്? ഞാനേ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചതാ, അതിന്റെ ഓട്ടോ. ആ പാവത്തിന് ഇങ്ങനെ അടിച്ച് ചതക്കണ്ടായിരുന്നു. പാവോ അയാളോ? ഓനെ ഇത്രയൊന്നും കൊടുത്താ പോരാ. വെള്ളം. ആ താങ്ക് യു. താങ്ക് യു. ഒന്നുകൂടെ താങ്ക് യു. വെൽക്കം. ഓ ഓക്കെ. ശരി ശരി മോളെ. ഓക്കെ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. ഓരോ ദിവസം കഴിയുന്തോറും സുജാത നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക. അതെ അതെ. ഇപ്പൊ ലോകം മുഴുവൻ മാഡം വൈറലല്ലേ? മാഡം വെറും പുലിയല്ല, സിംഗം. സിംഗം. ആ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ആ സാർ, ആ ചാടിപ്പോയ പ്രതിയെ കിട്ടി. ഏയ് അയ്യോ ഞാനല്ല, അതിന്റെ ഫുൾ ക്രെഡിറ്റും സുജാതയ്ക്കാ. സാർ ആക്ച്വലി ഷീസ് വെരി ബ്രില്യന്റ് ആൻഡ് ഷാർപ്പ്. ഷാർപ്പ് തുറന്നു വിട്ടത് അവള് പിടിച്ചത് അവള്. വൈറലാകാനുള്ള അവളുടെ പുതിയ ടെക്നിക്കാ ഇതൊക്കെ. ഈ മറുതകളോട് ആരൊന്ന് പറഞ്ഞു കൊടുക്കരുത് ദൈവമേ. ദത്ത, മുകളിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടേ ആ കൊച്ചിന് വേണ്ട അംഗീകാരം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. വല്ല പ്രമോഷനോ ശമ്പള കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ആ കൊച്ചിനൊരു പ്രോത്സാഹനമാകും. കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യണ്ടേ? അതെ അതെ. ഈ തള്ളയ്ക്ക് വല്ലാത്ത സൂക്കേട് തന്നെ. അംഗീകാരം മേടിച്ചു കൊടുക്കണം പോലും. മോശം. ഈ ആദ്യം ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. പൂജ. ആ ഹലോ ആദി, താനിത് എവിടെയാ? എടോ ഞാൻ അർജന്റായിട്ടൊന്ന് ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? പിന്നെന്താ താൻ എന്നോട് പറയാത്തത്? അതിനൊന്നും നേരം കിട്ടിയിരുന്നില്ല. താൻ ഒറ്റയ്ക്കാണോ? അല്ലടോ, ലച്ചുണ്ട്. ഞാനേ പിന്നെ വിളിക്കാം. ശരി. അല്ല എടോ, എന്താ മോളെ? ആദ്യം ലച്ചും കൂടി ബാംഗ്ലൂരിലേക്ക് പോയിന്ന്. ബാംഗ്ലൂർക്കോ? എന്നിട്ട് മോളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനിപ്പോ വിളിച്ചപ്പോഴാ അറിഞ്ഞത്. അതൊരു ശരിയായ കാര്യമല്ലല്ലോ മോളെ. ഇതുവരെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾക്കും ചേട്ടത്തി അനാവശ്യമായ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് വാ തുറക്കാതിരിക്കാൻ പറ്റില്ല. മോളിങ്ങനെ വിട്ടുകൊടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. മോളുടെ പാവത്വത്തെ എല്ലാരും മുതലെടുക്കുക. അതേക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല അടുത്തി. ആദിമോനെ കുറിച്ച് എനിക്കും സംശയമൊന്നുമില്ല.
പക്ഷേ ലച്ചുവിന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. നാളെ എന്തെങ്കിലും സംഭവിച്ചാ അത് മോളുടെ പിടിപ്പുകേടാണെന്ന് എല്ലാരും പറയും. ഞാൻ എന്ത് വേണമെന്ന് ചേട്ടത്തി പറയുന്ന? ആ പെണ്ണും ആദിമോനും തമ്മിൽ ഇടപെടുന്നത് മോക്ക് ഇഷ്ടമല്ലെന്ന് തുറന്നു പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഇനി വൈകിയ കുഴപ്പമാ മോളെ. ഇപ്പൊ പറയാതെ പോയി. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്ന ആർക്കറിയാം. ഗോമതി ആമിമോളെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കുന്നത് പോലെയല്ല ഇത്. ഇവിടെ മോളെ ഞാൻ ഉപദേശിക്കാതിരുന്ന പിന്നെ മോളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് മോളാ.